ഈ ഗൈസ് 2 ദിവസത്തെ ഒരുമിച്ചുള്ള റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. നവീന് എല്ലാം മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. നവീന് അനിയും നന്ദുവുമായിട്ടുള്ള ബന്ധം അനാമികയുടെ അച്ഛൻ വന്നിട്ട് പറയുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലും നഷ്ടപരിഹാരം കൊടുക്കണമെന്നും അവർക്ക് ജീവിക്കാൻ മറ്റൊരു മാർഗമില്ലെന്നൊക്കെ പറയുന്നുണ്ട്. അനാമികയുടെ അച്ഛൻ നവീൻ്റെ വീട്ടിലേക്ക് വരുന്നു. നവീൻ്റെ അമ്മയും നവീനെയും കാണുന്നുണ്ട്. എന്നിട്ട് ഏതായാലും ഞങ്ങൾ കേസ് തീർക്കാൻ പോവുമല്ലേ, ഞങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപരിഹാരം തരണം, അവരൊക്കെ നല്ല പണമുള്ള ആൾക്കാരല്ലേ, എങ്ങനെയെങ്കിലും കുറച്ച് പണം എനിക്ക് തന്നാൽ നന്നായിരുന്നു. കടക്കാരൊക്കെ കേസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതല്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് മരണം മാത്രമാണ്, സൂയിസൈഡ് ചെയ്യും ഞങ്ങൾ, മരണം മാത്രമാണ് വേറെ വഴിയുള്ളത്. എങ്ങനെയെങ്കിലും പിന്നെ നന്ദുവുമായിട്ടുള്ള അടുപ്പത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നവീൻ അത് ഞെട്ടിപ്പോകുന്നുണ്ട്. അപ്പോൾ നവീൻ പറയുന്നുണ്ട്, നിങ്ങൾ ഇതിൽ നിന്ന് കൊഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കരുത്, നന്ദു അങ്ങനെ ഒരാളല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് നവീന് സംശയം കൂടിയപ്പോൾ പിന്നെ അനാമികയെ വിളിച്ച് വരുത്തുന്നുണ്ട്. എന്നിട്ട് അവർ പുറത്ത് വെച്ച് സംസാരിക്കുന്നുണ്ട്. നിൻ്റെ അച്ഛൻ പറഞ്ഞല്ലോ നന്ദുവും അനിയും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന്, അതിനെക്കുറിച്ച് നിൻ്റെ അഭിപ്രായം തോന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, എൻ്റെ കല്യാണത്തിന് മുന്നേ അവർ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. ഞങ്ങളുടെ കല്യാണത്തലേന്നാണ് ആദർശേട്ടനോട് അനി പറഞ്ഞത്, അതുകൊണ്ട് അവർക്ക് ഒന്നിക്കാൻ കഴിഞ്ഞില്ല, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം നവീനാകെ അന്തം നിൽക്കുന്നു. അപ്പം ആനന്ദ ചോദിക്കുന്നുണ്ട്, നവീന് സാറെന്തിനാണ് ഇതൊക്കെ ചോദിച്ചത് എന്നൊക്കെ ചോദിക്കുന്നു. എന്നിട്ട് നവീന് നേരെ അനിയുടെ അടുത്തേക്ക് പോകുന്നു. അനിയുടെ അടുത്തേക്ക് പോയിട്ട് ഓരോന്ന് സംസാരിക്കുന്നുണ്ട്. ഇത് മാത്രം സംസാരിക്കുന്നില്ല, കുത്തി ഓരോന്ന് പറയുന്നുണ്ട്. നീ കേസ് തോൽക്കാൻ സാധ്യതയുണ്ടോ അനാമിക, ഒരു നല്ല വക്കീലിനെ വെച്ചാൽ നീ കേസ് തോൽക്കും എന്നൊക്കെ പറയുമ്പോൾ, നിൻ്റെ കയ്യിൽ കാണുന്നുണ്ടെങ്കിൽ കുറച്ച് അവർക്ക് കൊടുത്തൂടെ, എന്നാൽ പെട്ടെന്ന് അവർ ഒഴിവായി പോവും എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട്, നീ ഇപ്പോൾ കമ്പനിയുടെ MD ആയിരിക്കല്ലേ, ഇനി ആദർശേട്ടൻ വന്നാൽ നീ ഈ കസാല ഒഴിഞ്ഞു കൊടുക്കുമോ, കുറേ ഇരുന്നാൽ ആ ചെയറിൽ അങ്ങനെ ഉറച്ചു പോകും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അനി ചോദിക്കുന്നുണ്ട്, എന്താ നവീന്, നിനക്ക് എന്തോ മാറ്റം ഉണ്ടല്ലോ, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് പറയുന്നു. എനിക്ക് ഈ കമ്പനിയുടെ MD സ്ഥാനത്ത് ഇരിക്കാൻ താല്പര്യമില്ല, എൻ്റെ ചേട്ടൻ തന്നെ ഇരുന്നാൽ മതി പറയുന്നുണ്ട്. അതിനുശേഷം നവീന് പിന്നെയും ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നേരെ ഇവരെ വീട്ടിലേക്ക്, നന്ദുവിൻ്റെ വീട്ടിലേക്ക് പോയി അച്ഛനും അമ്മയുമായി സംസാരിക്കുന്നുണ്ട്. അച്ഛനും അമ്മയോട് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ കാഷ്വലായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നന്ദുവിനെ എന്താ കല്യാണം കഴിക്കാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നന്ദുവിന് പറ്റിയൊരു നല്ലൊരു ആലോചന ജാതകം തന്നെ ഉറപ്പായിട്ടും അടുത്ത ചിന്തനെല്ലാം നടത്തും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നവീന് ചോദിക്കുന്നുണ്ട്, എനിക്ക് നന്ദുവിനോട് എന്തെങ്കിലും ഇഷ്ടം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കനകയും അവളുടെ അച്ഛനും ഭയങ്കര ഒരു നെറ്റിങ്ങിട്ട് അത് എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ പറയുന്നുണ്ട്, അങ്ങനെ ഒരു ഇഷ്ടം അവളോട് ഉണ്ടായിരുന്നു. മുത്തശ്ശൻ മൂർത്തി സാർ വന്ന് ചോദിച്ചതാണ്. അപ്പോൾ തന്നെ ഞങ്ങളെ 2 മക്കളെയും അങ്ങോട്ടേക്കല്ല അയച്ചത്, ഇനി 3ാമത്തെ ആളെയും അങ്ങോട്ടേക്ക് അയക്കാൻ താല്പര്യമില്ലെന്ന് ഞങ്ങളങ്ങോട്ട് തറപ്പിച്ച് പറഞ്ഞു. പിന്നെ സാറ് മുത്തശ്ശൻ പിന്നെ ഞങ്ങളെ അതിനെ നിർവർത്തിച്ചിട്ടില്ല. എന്നിട്ട് നവീന് ചോദിക്കുന്നുണ്ട്, നന്ദൂർ എങ്ങനെ അനിയോട് താല്പര്യം ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ കനക പറയും, ഇല്ല, നന്ദുവിനെ പ്രണയം നിൽക്കൽ പോകുന്നതിന് ഇഷ്ടമല്ല, അവളെന്നെ അടിക്കാൻ വരും, ഈ കല്യാണക്കാരൻ പോലും അവൾക്ക് താല്പര്യമില്ല, അങ്ങനെയൊക്കെയാണ് അവൾ സംസാരിക്കുന്നത്. അതും പറഞ്ഞിട്ട് കനക പറയുന്നുണ്ട്, മോനെ നീ അവളെ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞിട്ട്
തിരുത്താൻ നോക്കണം. അച്ഛനെ അമ്മയെ സങ്കടപ്പെടുത്താതെ വേഗം ഒരു കല്യാണമൊക്കെ കഴിക്കാൻ നീ അവളെ വന്ന് ഉപദേശിക്കണം എന്ന് പറയുന്നു. അപ്പോൾ നവീൻ പറയുന്നു ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് നന്ദു വരുമ്പോൾ പറയണം ഞാനിവിടെ വന്ന് ഒരു ഗ്ലാസ് ചായ കുടിച്ചുകൊണ്ട് പോയി എന്ന്. എന്നിട്ട് നവീൻ അവിടെ നിന്ന് ഇറങ്ങുന്നു. അതിനുശേഷം ആദർശിനെയാണ് കാണിക്കുന്നത്. ആദർശ് ഒരു ആളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആദർശ് മറ്റേ ആ ഹോട്ടലിലുള്ള ആൾക്കാരെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അന്വേഷണത്തിലാണ്. അതിനുശേഷം ആദർശം നയനയോട് എങ്ങോട്ടോ പോകുന്നുണ്ട്. അവർ പോകുന്നതിനടുത്ത് ആദർശിനൊരു കോള് വന്നിട്ട് ആദർശ് ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. എന്നിട്ട് നയന വീണ്ടും ആ വണ്ടിയിൽ തന്നെ പോകുന്നുണ്ട്. അപ്പോൾ പെട്ടെന്നാണ് ഒരു പോലീസ് ചെക്കിങ് കണ്ടത്. എന്നിട്ട് പോലീസ് ചെക്കിങ് ഇവിടെ നിർത്തുമെന്ന് പറഞ്ഞിട്ട് അവർ വണ്ടിയൊക്കെ പരിശോധിച്ചു. അപ്പോൾ വണ്ടി പരിശോധിക്കുന്നിടത്ത് ഒരു പെട്ടിയിൽ നിറയെ സ്വർണം ഉണ്ടാകുന്നു. അപ്പോൾ ആ സ്വർണം കണ്ട് നയന ആകെ അന്തം വിട്ട് നിൽക്കുന്നു. സാറിനോട് പറയുന്നു, ഇല്ല സാർ, ഞങ്ങൾക്കറിയില്ല, ഈ പെട്ടി ഇതുവരെ ഇവിടെ ഉണ്ടായിട്ടില്ല, ഈ പെട്ടി ആരാ ഇവിടെ കൊണ്ടു വെച്ചതെന്ന് ഞങ്ങൾക്കറിയില്ല. എന്നിട്ട് സാറ് എന്തായാലും നിങ്ങളെ കയ്യിൽ നിന്ന് കണക്കെടുപ്പ് പ്രവർത്തനം പിടിച്ചുകൊണ്ട് നിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ട് പോലീസ് വണ്ടിയിൽ നയനയെ കയറ്റി കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് നന്ദുവിൻ്റെ പോലീസ് സ്റ്റേഷനിലേക്കാണ് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു ഈ സാറ്. എന്നിട്ട് നയനയെ പുറത്താക്കിയിട്ട് സാറ് പറ്റി നന്ദുവിനോട് സംസാരിക്കുന്നുണ്ട്. ഈ കള്ളക്കടത്ത് സ്വർണം കടത്തുന്നവരെ നമ്മൾ അന്വേഷിക്കാരും പിടിച്ചെടുക്കാറൊക്കെ അല്ലേ, അപ്പം അതുകൊണ്ട് നീ അവളെ കൊണ്ട് സത്യം പറയിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദുവിനെ ഓരോന്ന് പറഞ്ഞ് നീ ഈ കേസ് ഏറ്റെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദുവിനെ പറഞ്ഞിരുന്നത്. നന്ദു നേരെ പോയിട്ട് നയനയെ കൊണ്ടൊക്കെ വിടുന്നു. എന്നിട്ട് ചേച്ചി അവരുടെ കൈ പിടിച്ചുകൊണ്ടിരിക്കുക. പോലീസ് പറയുന്നുണ്ട്, ചേച്ചി അനിയത്തേക്ക് വന്ന വീട്ടിൽ ഇവളെ കൊണ്ട് സത്യം പറഞ്ഞിരുന്നെങ്കിൽ നിനക്കാണ് ഇതിൻ്റെ ചുമതല പറയുന്നത്. ആ പോലീസ് നേരെ ചിരിച്ചുകൊണ്ട് നേരെ പോകുന്നു. ശരിക്കും ഈ നയനയെ ആരോ കുടുക്കിയതാണ്, ആ പോലീസ് കുടുക്കിയത് തന്നെയാണ്. അത്രയുള്ള ഇന്നത്തെ എപ്പിസോഡ്. നമുക്ക് അടുത്ത എപ്പിസോഡ് ടാറ്റ ബൈ.